അമേരിക്ക രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിയപ്പോൾ ലോകത്തിന് അയാൾ ഹീറോയായിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെയായി അമേരിക്കയെ വിക്കിലീക്സ് എന്ന ഒറ്റ പേര് പിടിച്ചു കുലുക്കാൻ തുടങ്ങിയിട്ട്. ജൂലിയൻ അസാഞ്ച് എന്ന വിപ്ലവകാരി അമേരിക്ക ശേഖരിച്ചു വെച്ച അതീവ സുരക്ഷാ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ അമേരിക്കക്കെതിരെ അതുവരെ കേട്ടുപരിചയമുള്ള പല ആരോപണങ്ങൾക്കും തെളിവായി. ലോകത്തിലെ പല ഇടങ്ങളിൽ അമേരിക്കൻ ഭരണകൂടവും സൈന്യവും ചെയ്തുകൂട്ടിയ കണക്കിൽപ്പെടാത്ത മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, ക്രൂരതകൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്ന വ്യക്തി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യരേഖാ ചോർച്ചയിലൂടെ അമേരിക്കയെ മുൾമുനിയിൽ നിർത്തിയ ആ വ്യക്തി ഇപ്പോൾ മോചിതനാവുകയാണ്. പണക്കൊഴുപ്പും അധികാരവും കൊണ്ട് ഒരു ഭരണകൂടം മൂടിവെച്ച രഹസ്യ വിവരങ്ങളുടെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടയാൾ. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അമേരിക്കയുടെ നോട്ടപ്പുള്ളിയായ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് സൈബർ ലോകം തന്നെ ആയുധമാക്കിയ അസാധാരണക്കാരൻ. ഇങ്ങനെ അസാഞ്ചിന് വിശേഷണങ്ങൾ നിരവധിയാണ്. 175 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് US അസാഞ്ചിന് മേൽ ചുമത്തിയിരുന്നത്. ആരാണ് ജൂലിയൻ അസാഞ്ച്? എന്താണ് വിക്കിലീക്സ്? അമേരിക്കയുടെ നിർണായക സൈനിക രേഖകൾ ചോർത്തിയിട്ടും വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്കയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? 1971 ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലാണ് അസാഞ്ചെ ജനിക്കുന്നത്. ഒരു സാധാരണ കുടുംബം. ജോലിയുമായി ബന്ധപ്പെട്ട് അയാളുടെ മാതാപിതാക്കൾക്ക് നിരന്തരമായി യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഹോം സ്കൂളിങ്ങും കറസ്പോണ്ടന്റ് ക്ലാസ്സുമായി കുട്ടിക്കാലം കടന്നുപോയി. വളരെ ചെറുപ്പം തൊട്ടേ അസാധാരണമായ കമ്പ്യൂട്ടർ പരിജ്ഞാനം അസാഞ്ച് കാണിച്ചു തുടങ്ങിയിരുന്നു. ഗണിതശാസ്ത്രത്തിൽ മിടുക്കനായിരുന്ന അവൻ പിന്നീട് കമ്പ്യൂട്ടറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. തുടക്കകാലത്ത് സോഫ്റ്റ്വെയർ കമ്പനികൾ ഉണ്ടാക്കിയ പ്രോഗ്രാമുകളിലെ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യുന്നതായിരുന്നു അസാഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്റർനെറ്റ് യുഗത്തിന്റെ വളർച്ചയ്ക്കൊപ്പം അസാഞ്ചിന്റെ കഴിവുകളും വളരാൻ തുടങ്ങി. കൗമാര കാലഘട്ടം എത്തിയപ്പോൾ ഹാക്കർമാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ അസാഞ്ചിന് സാധിച്ചു. 94-ൽ അസാഞ്ച് ഇന്റർനാഷണൽ സബേഴ്സീവ് എന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയും മെൻറ്റെക്സ് എന്ന നിക്നെയിം ഉപയോഗിച്ച് കനേഡിയൻ ടെലകോം, നാസ, പെന്റഗൺ അടക്കം നിരവധി സൈറ്റുകൾ കടന്നുകയറി. അതേ തുടർന്ന് 31 സൈബർ ക്രൈമുകൾ അസാഞ്ചയുടെ പേരിൽ ചുമത്തപ്പെട്ടു. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ഇത് കണ്ടെത്തുകയും ഇന്റർനാഷണൽ സബേഴ്സീവ് എന്ന ഈ ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരു കൗമാരക്കാരൻ എന്ന നിലയിൽ കുറ്റം ആവർത്തിക്കില്ല എന്ന ഉപാധിയിൽ $2000 പിഴ ചുമത്തി ശിക്ഷയിൽ നിന്ന് അന്ന് അസാഞ്ചെ ഒഴിവാക്കപ്പെട്ടു. തുടർന്ന് മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും അസാഞ്ചെ ഉപരിപഠനം നടത്തിയെങ്കിലും പൂർത്തിയാക്കാതെ പുറത്തിറങ്ങി. ലോകത്തിലെ പല കോണിലുള്ള ഹാക്കേഴ്സ്, മാധ്യമ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി 2006-ൽ അസാഞ്ച് വിക്കിലീക്സ് ആരംഭിക്കുന്നു. പൊതുജനങ്ങൾക്ക് വിക്കിലീക്സിന് വിവരങ്ങൾ നൽകാമെന്നും വിവരങ്ങൾ നൽകുന്നവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സ്വകാര്യമായിരിക്കുമെന്നും അസാഞ്ച് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി. തുടർന്ന് മറ്റ് രാജ്യങ്ങളുടെയും പ്രശസ്തരായ വ്യക്തികളുടെയും രഹസ്യ വിവരങ്ങളും ഓരോ രാജ്യങ്ങളും നടത്തുന്ന ക്രൂരതകളും അഴിമതിയുടെയും ഒക്കെ ചിത്രങ്ങൾ വിക്കിലീക്സിലൂടെ പുറത്തു വരാൻ തുടങ്ങി. രാജ്യങ്ങളിലെല്ലാം ഇത് കോളിളക്കം സൃഷ്ടിച്ചു. കെനിയൻ പ്രസിഡന്റിന്റെ കാലത്ത് നടത്തിയ കൂട്ടക്കൊലകളും മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളും കള്ളപ്പണം വെളുപ്പിക്കലും അമേരിക്കൻ ആർമി നടത്തിയ ക്രൂരകൃത്യങ്ങൾ തുടങ്ങി നിരവധി വെളിപ്പെടുത്തലുകൾ. 2017-ൽ അമേരിക്കൻ ആർമി ഇറാഖിലെ നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത ചിത്രങ്ങളും വിക്കിലീക്സ് പുറത്തുവിട്ടു. അമേരിക്കൻ മാധ്യമങ്ങൾ പടച്ചുവിട്ട നുണക്കഥകൾ ഇതോടെ തകർന്നടിഞ്ഞു. ആ വർഷം തന്നെ ഏകദേശം 90,000 സൈനിക രേഖകൾ കൂടി വിക്കിലീക്സ് പുറത്തുവിട്ട് വീണ്ടും ഞെട്ടിച്ചു. ലോകം മുഴുവൻ അമേരിക്കക്കെതിരെ തിരിഞ്ഞതോടെ വിക്കിലീക്സ് അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറി. ഒബാമയുടെ ഭരണകാലത്ത് അസാഞ്ചിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഭരണകൂടം ചാരവൃത്തി ലംഘിച്ചുവെന്നാരോപിച്ച് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തി. ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ അഭയം പ്രാപിച്ചെങ്കിലും അമേരിക്ക കുറ്റം ചുമത്തിയ അസാഞ്ചിനെ എംബസി തള്ളുകയായിരുന്നു. അങ്ങനെ 2024-ൽ നടത്തിയ വിചാരണയിൽ അസാഞ്ചിനെ മോചിതനാക്കിയിരിക്കുകയാണ്. എന്നാൽ ഒന്നുണ്ട്, മാധ്യമരംഗത്ത് അസാഞ്ചിനെ പോലെ ധീരനായ ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്നത് വിരളമാണ്. അമേരിക്ക രാജ്യദ്രോഹി എന്ന മുദ്രകുത്തിയ അസാഞ്ച് എന്ന ലോകത്തിന്റെ ഹീറോ.